ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ ആരോപണങ്ങൾ ചുമത്തി ജയിലിലായിരുന്ന രണ്ട് കന്യാസ്ത്രീകൾ, സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, ഇവർക്ക് രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിലാസ്പൂർ NIA കോടതിയാണ് ഇവർക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 50,000 രൂപ കെട്ടിവെക്കണം, 2 ആൾ ജാമ്യം. ഈ 2 ആൾ ജാമ്യത്തിൻ്റെ ഉറപ്പിലാണ് ഇവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പാസ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കണം എന്നാണ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ച ജാമ്യത്തിന് കോടതി വെച്ചിരിക്കുന്ന ഉപാധികൾ. ഇതൊക്കെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പ് ഇത്തവണയും ജാമ്യ ഹർജി സമർപ്പിക്കപ്പെട്ട സമയത്ത് ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആദ്യഘട്ടത്തിൽ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷൻ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തില്ല. ജാമ്യ ഹർജിയിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയി, അതുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടാതെ പോയത് എന്നാണ് അന്ന് BJPയുടെ കേന്ദ്ര മന്ത്രി പോലും ആയിട്ടുള്ള ജോർജ് കുര്യൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പ്രോസിക്യൂഷൻ ഈ വാദത്തെ എതിർത്തിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ജോർജ് കുര്യൻ്റെ വാദങ്ങൾ, അല്ലെങ്കിൽ ജോർജ് കുര്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറും നുണയായിരുന്നു എന്നതാണ് ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ 9 ദിവസം ആയിട്ട് ഇവർ ബിലാസ്പൂർ ജയിലിൽ കഴിയുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി അവർക്ക് ജയിൽ മോചിതരാകാൻ സാധിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മലയാളികളായ 2 പേർ, 2 സിസ്റ്റേഴ്സ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ദർഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, ദുർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ അവരുടെ ആഗ്രയിലുള്ള, UPയിലെ ആഗ്രയിലുള്ള ആശുപത്രിയിലും സഭാ ആസ്ഥാനത്തുമൊക്കെയായിട്ട് വീട്ടുജോലികൾക്കുമൊക്കെയായിട്ട് പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവരെ അന്യായമായി തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ഇത് മനുഷ്യക്കടത്താണ്, നിർബന്ധിത മതപരിവർത്തനത്തിനാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്ന ആരോപണം ഉന്നയിക്കുകയും പോലീസ് കേസ് FIR രജിസ്റ്റർ ചെയ്യുകയും ഈ ഗുരുതര വകുപ്പുകൾ ചുമത്തി ഇവരെ ജയിലിലടക്കുകയും ചെയ്ത് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ പാർലമെൻറ്റിനകത്തും പുറത്തും ഒക്കെ കണ്ടിരുന്നത്. വിവിധ കോണുകളിൽ ഇവർക്ക് വേണ്ടി പല ആളുകളും ഇവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയം, ഇവർക്ക് ജാമ്യം കിട്ടിയെന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അനീതിയുടെ തടവറക്കാലം അവസാനിച്ചു എന്നാണ് സഭ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇത് അനീതിയാണ്, അവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല, അങ്ങനെ ഒരു ആരോപണം പോലും അടിസ്ഥാനരഹിതമാണ് എന്നാണ് സഭാ നേതൃത്വം തന്നെ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ BJPക്കും കേന്ദ്ര BJPയും ഈ വിഷയത്തിൽ 2 തട്ടിലായ ഒരു കാഴ്ച കണ്ടു. കേരളത്തിലെ BJP വെറും കള്ളക്കളി നടത്തുകയാണ്, അവരുടെ ഇരട്ടത്താപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സഭാ നേതൃത്വം തന്നെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ച ഒരു വിഷയം കൂടിയാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് എത്തുകയും സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഒരു വാർത്താ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന്. കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുകയും അതേ രാജീവ് ചന്ദ്രശേഖർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവരുടെ ജാമ്യ ഹർജിയെ എതിർക്കുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ടത്താപ്പാണ് എന്ന് സഭാ അധ്യക്ഷന്മാർ തന്നെ പല കുറി മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഇനി ആരും അരമനയിലേക്ക് കേക്കുമായിട്ട് കയറി വരേണ്ടതില്ല, ഒരു കൈയിൽ കേക്കും മറുകൈയിൽ കത്തിയുമായിട്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ അല്പം വൈകിപ്പോയി എന്ന് പാംബ്ലാനി പിതാവടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. സഭയുടെ ഭാഗത്തു നിന്നും വലിയ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് അവർ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ 2 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സഭാ നേതൃത്വം ഇന്ന് രാവിലെ തന്നെ പരസ്യമായി പറയുകയും ചെയ്തതാണ്, ഞങ്ങൾ ഈ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടി വരും, ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് പ്രോസിക്യൂഷൻ തടസ്സമാകുന്നു എന്നുള്ളത്. ഇന്നലെ തന്നെ പ്രോസിക്യൂഷൻ ഈ ഭാഗത്തിനിടയിൽ ഇവർക്ക് ജാമ്യം നൽകരുത്, ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്, ഇവർക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇവർ മതപരിവർത്തനം നടത്തും എന്ന് പറയുമ്പോഴും ഇവർ ഇതിനു മുമ്പ് മതപരിവർത്തനം നടത്തിയതിന് യാതൊരു വിധത്തിലുള്ള തെളിവുകളും പ്രോസിക്യൂഷന് നൽകാൻ സാധിച്ചില്ല. ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ചെയ്യുന്നത്. പക്ഷേ അതേസമയം ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ അവരുടെ സമ്മതപത്രം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളുടെ വകുപ്പുകൾ എത്രത്തോളം നിലനിൽക്കും എന്നത് നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തും കേരളത്തിലും ദില്ലിയിലും ഉൾപ്പെടെ നിരവധി സമരങ്ങളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സഭകൾ, മിഷണറീസ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഈ സഭയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമരത്തിൻ്റെ ഒടുവിൽ ഇപ്പോൾ അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്.
എന്തായാലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ട് അവർക്ക് വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ വിഷയത്തിൽ പരസ്യമായിട്ട് രംഗത്ത് വരികയും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അനീതിയാണ്, കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ല എന്ന് പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ കേരളത്തിലെ BJPക്കകത്ത് തന്നെ ഇതിൽ രണ്ട് തട്ടിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വന്നു. ചില അണികളാണെങ്കിൽ പോലും കന്യാസ്ത്രീകൾ കുറ്റക്കാരികളാണ് എന്ന് ഛത്തീസ്ഗഡ് സർക്കാർ കണ്ടെത്തിയത് എങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തിന് അവർ നിരപരാധികളാണ് എന്ന് പറയാൻ സാധിക്കുക എന്ന ചോദ്യവും ഉന്നയിക്കുകയുണ്ടായി. സീറോ മലബാർ സഭ ആസ്ഥാനത്ത് വന്ന രാജീവ് ചന്ദ്രശേഖർ നൽകിയ ചില ഉറപ്പുകളുണ്ട്. അവർക്ക് ജാമ്യം ലഭിക്കാനും കേസ് റദ്ദ് ചെയ്യാനുമുള്ള എല്ലാ സഹായവും ചെയ്തു നൽകാം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്തു. അതോടനുബന്ധിച്ച് ഞങ്ങൾ അനിൽ ആന്റണിയെ തന്നെ പ്രധാനമന്ത്രിയുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ വിഷയം അമിത്ഷായോട് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഛത്തീസ്ഗഡ് സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രം പോലും വിളിച്ചു പറഞ്ഞ ഒരു വിഷയമാണ്, ഇത് വലിയ വിഷയമാകും, നമ്മുടെ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും എന്ന രീതിയിൽ കേന്ദ്രം ഇടപെട്ടിരുന്നുവെങ്കിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഇന്നലെ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇന്നലെയും ജാമ്യാപേക്ഷയെ എതിർത്താണ് ഇവർ കോടതിയിൽ നിന്ന്. പക്ഷേ ഈ ജാമ്യാപേക്ഷ എതിർക്കുന്ന ഘട്ടങ്ങളിൽ കോടതി ഇവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ രണ്ട് കന്യാസ്ത്രീകളെയും നിങ്ങൾക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇവർക്ക് ചോദ്യം ചെയ്യാനൊന്നും വേണ്ട, ഇവർ ജയിലിൽ കടന്നാൽ മാത്രം മതി എന്നുള്ളതാണ് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നയം എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഛത്തീസ്ഗഡ് സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം അനുവദിച്ചതിനെ അംഗീകരിക്കേണ്ടി വരും. കാരണം അവരുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് വിവിധ ഉപാധികൾ വെച്ചാണ് ഇപ്പോൾ ജാമ്യവും അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതി മേരിക്കും ഇന്ന് പുറത്തിറങ്ങാൻ സാധിക്കും എന്ന് കരുതാം. എന്തായാലും അവരുടെ യാത്ര ഉടനെ വൈകാതെ തന്നെ കേരളത്തിലേക്ക് ഉണ്ടാകും. കാരണം അവരുടെ ഉറ്റവരുടെ അടുത്തേക്ക് അവർ ജയിൽവാസം കഴിഞ്ഞതിന് ശേഷം തിരിച്ചെത്തും എന്നുള്ളതാണ്. സഭാ നേതൃത്വം ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഈ വിഷയത്തെ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. കാരണം നേരത്തെ തന്നെ അനൗദ്യോഗികമായിട്ട് സഭാ നേതൃത്വം പുരോഹിതന്മാർക്കും അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ സഭാവസ്ത്രം, തിരുവസ്ത്രങ്ങൾ ധരിക്കരുത്, തിരുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ എന്ന് അനൗദ്യോഗികമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും വളരെ ജീവന ഭീഷണിയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കന്യാസ്ത്രീകൾക്കെതിരെയും അതോടൊപ്പം തന്നെ സഭാ നേതൃത്വത്തിനെയും ക്രിസ്ത്യാനികൾക്കെതിരെയും ഞങ്ങളെ മുഴുവൻ കാണുന്നത് ഇന്ത്യക്കാരായിട്ടല്ല, ഒരു വിദേശ രാജ്യത്ത് എവിടെയോ ഉള്ള ആളുകളെ പോലെയാണ് ഞങ്ങളെ ചിലർ പരിഗണിക്കുന്നത്. അത് എപ്പോഴെങ്കിലും ഒന്ന് തിരുത്താൻ തയ്യാറാകണം എന്നതാണ് സഭയുടെ ആവശ്യം. എന്തായാലും കന്യാസ്ത്രീകൾക്ക് വലിയ കോലാഹലങ്ങൾക്ക് ശേഷം ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.